ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നോക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ കോമൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ആണത്. ഒരു വലിയ സിലബസ് തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഹിസ്റ്ററിയാണ്. അതിൽ കേരള, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്ററസി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. പിന്നെ ഇന്ത്യയാണ്. മെഡിവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എസ്റ്റിമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, India's independent, post-independent period, state development in science, education and technology, foreign policy, political history after 1951. പിന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UN ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. പിന്നെ വരുന്ന കറണ്ട് അഫയേഴ്സ്. പിന്നെ ജോഗ്രഫിയാണ്. ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്പ്, ട്രോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, oceans and its various movements, continents, world nations and its specific features. ഇന്ത്യയുടെ ഭാഗത്ത് ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസിലർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. പിന്നെ കേരളയുടെ ഭാഗത്താണ് ഫിസിയോഗ്രാഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ്. ഇതിൻ്റെ കറണ്ട് അഫയേഴ്സും. പിന്നെ വരുന്ന എക്കണോമിക്സ് ആണ്. നാഷണൽ ഇൻകം, per capita income, factors of production, economic sectors of production, Indian economic planning, 5-year plans, Niti Aayog, types of functions of economic institutions, Reserve Bank and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. അതിൻ്റെ കറണ്ട് അഫയേഴ്സും. പിന്നെയാണ് സിവിക്സ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേൺസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, Act and rules regarding consumer protection, watershed management, labor and employment, national rural employment policies, land reforms, protection of women, children and old age people, social welfare, social security, socio-economic statistical data. അതിൻ്റെ കറണ്ട് അഫയേഴ്സും. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്,
എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, കറണ്ട് അഫയേഴ്സും. പിന്നെ വരുന്ന ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആദ്യം കലയാണ്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായിക വളർത്ത്. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ. അവാർഡ് ജേതാക്കൾ. ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന അറിവ്. പ്രധാന ട്രോഫികൾ. ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ. പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ടൈംസ്. ഒളിമ്പിക്സ്. അടിസ്ഥാന വിവരങ്ങൾ. പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ. വിന്റർ ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ്. പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ. ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ്. ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ഈ 3 പ്രിലിംസ് കൊണ്ട് തന്നെ ടോപ്പിക് ഏകദേശം എല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനി ഒരു മെയിൻസിന് വേണ്ടി എന്തെടുക്കുമോ എന്തോ. അടുത്തതിന് സാഹിത്യമാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യകൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ. തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. പിന്നെ കറണ്ട് അഫയേഴ്സും. കമ്പ്യൂട്ടർ സയൻസ്, അതിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഹാർഡ്വെയർ. ഇൻപുട്ട് ഡിവൈസ്, നെയിംസ് ആൻഡ് യൂസസ്. ഔട്ട്പുട്ട് ഡിവൈസ്, നെയിംസ് ആൻഡ് യൂസസ്, ഫീച്ചേഴ്സ്. മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്. പിന്നെ സോഫ്റ്റ്വെയർ ആണ്. ക്ലാസിഫിക്കേഷൻ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്. വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്. യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ലാംഗ്വേജസ് നീഡ് ടു ബി കൺസിഡേർഡ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. LAN, WAN, MAN. ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ. നെറ്റ്വർക്ക് ഡിവൈസസ്. മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ. യൂസ് ഓഫ് ഈച്ച്. ഇൻ്റർനെറ്റ്. സർവീസസ്. www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്. എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ്. സോഷ്യൽ മീഡിയ. എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. വെബ് ഡിസൈനിങ്. ബ്രൗസർ, HTML, ബേസിക്സ് ഓൺലി. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ടൈപ്സ് ഓഫ് ക്രൈം. അവയർനെസ് ലെവൽ. ആക്ട് ആറ്റ് ആൻഡ് അതർ ലോസ്. അവയർനെസ് ലെവൽ. പിന്നെ കറണ്ട് അഫയേഴ്സും. പിന്നെ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. റിലവൻസ് ഓഫ് S&T. നാഷണൽ പോളിസി ഓൺ S&T ആൻഡ് ഇന്നോവേഷൻസ്. ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്. ഹ്യൂമൻ ബോഡി. പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഹെൽത്ത് കെയർ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻസ് ഓഫ് S&T ആൻഡ് ഇന്നോവേഷൻ. their activities and contributions. Contributions of prominent Indian scientists. Technology in space and defense.
Evaluation of Indian Space Program ISRO, its activities and achievements, various satellite programs. DRDO, vision, mission and activities. Energy requirement and efficiency. India's existing energy needs and deficit. India's energy resources and dependence. Renewable and non-renewable energy resources. Energy policy of India. Government policies and programs. Energy security and nuclear policy of India. Environmental science. Issues and concerns related to environment. Its legal aspects. Policies and treaties of their protection of environment at the national and the international level. Environment protection for sustainable development. Biodiversity, its importance and concerns. Climate change, international initiatives, policies, protocols, and India's commitment. Western Ghats, features, characteristics and issues. Forest and wildlife. Legal framework for forest and wildlife conservation in India. Environmental hazards, pollution, carbon emission, global warming. Development in biotechnology, green technology and nanotechnology, current affairs. പിന്നെ ഒരു സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. ആദ്യം ലഘുഗണിതം, സംഖ്യകളും അടിസ്ഥാനക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയം പ്രവൃത്തിയും, ശരാശരി, കൃത്യങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. പ്രോഗ്രഷനുകൾ. പിന്നെ വരുന്ന മാനസിക ശേഷിയാണ്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ. പിന്നെ വരുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ചസ് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വർബ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, adverb and possession of adverb, articles, the definite and indefinite articles, use of primary and modal auxiliary verb, tag questions, infinitive and gerunds, tenses, tenses in conditional sentence, preposition, the use of correlatives, direct and indirect speech, active and passive voice, correction of sentence. പാർട്ട് ബിയിൽ വൊക്കാബുലറി ആണ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, അന്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, ട്രാൻസ്ലേഷൻ ഓഫ് എ സെൻറ്റൻസ് proverb into മലയാളം. റീജിയണൽ ലാംഗ്വേജ്. മലയാളം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. റീജിയണൽ ലാംഗ്വേജിൽ മലയാളവും പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ തമിഴും കന്നഡയും വരുന്നുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, ഒന്നിൽ മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്. കന്നഡയിൽ വരുന്നത് വേർഡ് പ്യൂരിറ്റി ആൻഡ് കറക്റ്റ് വേർഡ്, കറക്റ്റ് സെൻറ്റൻസ്, ട്രാൻസ്ലേഷൻസ്, വൺ വേർഡ്, സിംഗിൾ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സിനോണിംസ്, അന്റോണിംസ്, ഇഡിയംസ് ആൻഡ് പ്രൊവർബ്, ഇക്വലന്റ് വേർഡ്, ജോയിൻ ദ വേർഡ്, ഫെമിനി ജെൻഡർ, മസ്കുലർ ജെൻഡർ, നമ്പർ, സോർട്ട് ആൻഡ് റൈറ്റ്. തമിഴിൽ വരുന്ന കറക്റ്റ് വേർഡ്, കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ്, ട്രാൻസ്ലേഷൻസ്, സിംഗിൾ വേർഡ്, സിനോണിംസ്, അന്റോണിംസ്, ഓപ്പോസിറ്റ്, ഫ്രേസസ് ആൻഡ് പ്രൊവർബ്, ഈക്വൽ വേർഡ്, ജോയിൻ ദ വേർഡ്, ജെൻഡർ ക്ലാസിഫിക്കേഷൻ, ഫെമിനി, മസ്കുലിൻ, സിംഗുലർ, പ്ലൂറൽ, സെപ്പറേറ്റ്, ആഡിങ് ഫ്രേസസ്.
ഇത്രയുമാണ് ഡിഗ്രി ലെവൽ സിലബസ്.